السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. والذين استجابوا لربهم وأقاموا الصلاة وأمرهم شورى بينهم ومما رزقناهم ينفقون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, ലോകത്തിൻ്റെ രക്ഷിതാവായ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു കാണിച്ചു തന്ന നിയമങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിക്കുകയും അള്ളാഹു വിരോധിച്ചിട്ടുള്ള നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ തഖ്വയുള്ള മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിതം നയിക്കണമേ എന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ സവിശേഷതകളിൽപ്പെട്ടതാണ് കാര്യങ്ങൾ മറ്റുള്ളവരുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുക എന്നുള്ളത്. സമൂഹത്തിൽ വളരെ നല്ല ഗുണഫലങ്ങൾ ഉണ്ടാക്കുന്ന പ്രകൃതിപരമായ ഇസ്ലാമിൻ്റെ ഒരു നിർദ്ദേശമാണിത്. ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും മുഷാവറകൾ നടത്തണമെന്നാണ് ഇസ്ലാമിൻ്റെ നിർദ്ദേശം. ഒരാളൊരു രംഗത്ത് വളരെയധികം പരിചയവും പ്രവർത്തന പാരമ്പര്യവുമുള്ള ഒരാളാണ് എങ്കിലും അവന് ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ മറ്റുള്ളവരോട് കൂടിയാലോചിക്കുന്നത് വളരെ നല്ലതാണ്, ഗുണകരമാണ്. ഏറ്റവും പ്രശസ്തനായ പേരുകേട്ട ഒരു ഡോക്ടർ, അദ്ദേഹം ഒരു ഓപ്പറേഷൻ ചെയ്യുകയാണ്. ചികിത്സിക്കുന്ന ചില സന്ദർഭങ്ങളിലൊക്കെ തന്നെ മറ്റു ഡോക്ടർമാരുമായി കൂടിയാലോചന നടത്തി ചികിത്സിക്കുമ്പോൾ അതാണ് ശരിയായ ചികിത്സ നടക്കാൻ ഏറ്റവും ഉചിതമായിട്ടുള്ളത്. അതുപോലെ തന്നെ എഞ്ചിനീയർ, പണ്ഡിതന്, കർഷകന്, അധ്യാപകന് തുടങ്ങിയ എല്ലാവരും അവർ കൂടിയാലോചനകൾ നടത്തിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അത് കൂടുതൽ വ്യക്തത ഉണ്ടാകും എന്നാണ്. എന്താണ് മുഷാവറ, കൂടിയാലോചന എന്ന് പറഞ്ഞാൽ? ഹിയ തലബുർ റഅയ് മിൻ അസ്ഹാബുർ റഅയ് ഹത്താ യതവസ്സല ഇലാ മാ യുവാഫിഖു സവാബ്. ഒരു വിഷയത്തിൽ വളരെ അനുഭവവും പരിചയവുമുള്ള ആളുകളോട് അഭിപ്രായങ്ങൾ ചോദിച്ച് ആ വിഷയത്തിൽ ഏറ്റവും ശരിയായ ഒരവസ്ഥയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് മുഷാവറ. മഹാനായ പണ്ഡിതൻ ഹസൻ ബസരി പറയുകയാണ്, മാ തശാവറ ഖൗമുൻ ബൈനഹും ഇല്ലാ ഹദാഹുമുല്ലാഹു ലിഅഫ്ളല മാ യഹ്ളുറ ബിഹിം. ഒരു സമൂഹം മുഷാവറ നടത്തി കൂടിയാലോചന നടത്തിയാൽ അള്ളാഹു അവർക്ക് ഏറ്റവും നല്ലതിലേക്ക്, ഏറ്റവും ശ്രേഷ്ഠമായതിലേക്ക് അള്ളാഹു വഴി കാണിച്ചു കൊടുക്കുമെന്നാണ്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പരിശോധിക്കുമ്പോൾ മുഷാവറയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഖുർആനിലെ 42-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ ഷൂറ എന്നാണ്, കൂടിയാലോചന എന്നാണ്. അതിനാ പേര് ലഭിക്കാനുണ്ടായ കാരണം അതിലെ 38-ാമത്തെ വചനത്തിൽ മുഷാവറയെക്കുറിച്ച്, ഷൂറയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് എന്നാണ്. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന സത്യവിശ്വാസിയുടെ ഗുണവിശേഷണങ്ങൾ വിവരിക്കുന്ന സന്ദർഭത്തിൽ 38-ാമത്തെ വചനത്തിൽ പറയുകയാണ്, ആരാണ് ഈ തവക്കുൽ ചെയ്യുന്ന സത്യവിശ്വാസി? വല്ലദീന ഇസ്തജാബൂ ലിറബ്ബിഹിം വഅഖാമുസ്സലാത വഅംറുഹും ഷൂറാ ബൈനഹും വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ.
അള്ളാഹുവിൻ്റെ വിളികൾക്ക് ഉത്തരം നൽകുന്ന, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മറുപടി നൽകുന്ന, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരാണവർ. വാഖാമുസ്വലാത്ത, നമസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കുന്നവരാണവർ. വഅംറുഹും ശൂറാ ബൈനഹും, അവരുടെ കാര്യങ്ങൾ അവർക്കിടയിൽ കൂടിയാലോചനയോടെ തീരുമാനിക്കുന്നവരാണവർ. മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർക്ക് നാം നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരാണ്. ഇവിടെ ഈ ആയത്ത് പരിശോധിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട 2 ഇബാദത്തിനോട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് മുഷാവറ അഥവാ കൂടിയാലോചന അള്ളാഹു പറയുന്നത്. ഒന്ന് നമസ്കാരമാണ്, ഒന്ന് സക്കാത്താണ്. അത് പറഞ്ഞ് അതിൻ്റെ ഇടയിലാണ് അംറുഹും ഷൂറാ ബൈനോ, അവരുടെ കാര്യങ്ങൾ അവർക്കിടയിൽ മുഷാവറ നടത്തി കൂടിയാലോചിച്ച് തീരുമാനിക്കുന്നവരാണ് അവർ എന്നാണ്. മുഷാവറയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അള്ളാഹു ആ പ്രാധാന്യം മനസ്സിലാക്കി കാണിച്ചു തരുവാൻ വേണ്ടി അള്ളാഹു മുഷാവറ നടത്തുകയാണ് മലക്കുകളോട്. നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുവാൻ അള്ളാഹു തീരുമാനിക്കുമ്പോൾ ആ കാര്യം മലക്കുകളോട് അള്ളാഹു മുഷാവറ നടത്തുകയാണ്. വൈദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, അള്ളാഹു മലക്കുകളോട് പറയുകയാണ്, ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഭൂമിയിൽ ഞാനൊരു ഖലീഫയെ നിശ്ചയിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ മറുപടി ഖാലു വതജ്അലു ഫിയാ മൻ യുഫ്സിദു ഫിയാ വയസ്ഫികു ദിമാ, മലക്കുകൾ അതിന് മറുപടി പറയുകയാണ്, അത്തജ്അലു ഫിയാ മൻ യുഫ്സിദു ഫിയാ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന, രക്തം ചിന്തുന്ന ഒരു വിഭാഗത്തെയാണോ നീ സൃഷ്ടിക്കുവാൻ ഉദ്ദേശിക്കുന്നത്? അല്ലാഹുവേ, ഞങ്ങളാണെങ്കിൽ നിനക്ക് തസ്ബീഹ് ചൊല്ലുന്നു, നിന്നെ പരിശുദ്ധമാക്കുന്നു. അപ്പോൾ അള്ളാഹിൻ്റെ മറുപടി നീ ആലമു മാലാ താലമൂൻ, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ എനിക്കറിയാം എന്നാണ്. ഇവിടെ അള്ളാഹു മുഷാവറയുടെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് മലക്കുകളോട് ചോദിക്കുന്നത്, നമുക്കത് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയാണ്. അള്ളാഹുവിന് അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല, അള്ളാഹ്ക്ക് അങ്ങനെ സൃഷ്ടിച്ചാൽ മതി. മറ്റൊരു പാഠവും കൂടി ഇവിടെ ഉണ്ട്. മലക്കുകൾ പറഞ്ഞ ആ കാര്യം, ഉപദേശം തേടിയപ്പോൾ മലക്കുകൾ പറഞ്ഞ കാര്യം അള്ളാഹു അത് മുഖവിലക്കെടുത്തില്ല. കാരണം ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കും, രക്തം ചിന്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ അള്ളാഹ് പറഞ്ഞത് നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാമെന്നാണ്. അപ്പോൾ ഉപദേശം തേടി നമുക്ക് കിട്ടുന്ന ഒരു ഉപദേശം അത് നമ്മൾ അതേപതി സ്വീകരിച്ചു കൊള്ളണമെന്നില്ല. അത് ശരിയായതും ഉത്തമമായതുമാണെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതി എന്നാണ്. അതുപോലെ തന്നെ പ്രവാചകൻ മുഹമ്മദ് നബിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആലി ഇമ്രാനിലെ 159-ാമത്തെ വചനത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്, വബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബി ലൻഫളൂ മിൻ ഹൗലിക ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ. പ്രവാചകൻ്റെ സ്വഭാവത്തെ പുകഴ്ത്തിയും കൊണ്ട് ആയത്തിറങ്ങിയാണ്. വഹദ് യുദ്ധം കഴിഞ്ഞ് ഒരുപാട് സഹാബികൾ രണാങ്കണത്തിൽ നിന്നും പിന്തിരിഞ്ഞോടി, മുസ്ലിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ അതിൻ്റെ പേരിലൊന്നും പ്രവാചകൻ അവരെ കുറ്റപ്പെടുത്തിയില്ല, അവരോട് ദേഷ്യപ്പെട്ടില്ല, സൗമ്യമായി പെരുമാറി. ഖുർആനിലായത്തിൽ അള്ളാഹു പ്രവാചകനെ പുകഴ്ത്തുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നീ അവരോട് വളരെ മാന്യമായിട്ട് സൗമ്യമായിട്ട് പെരുമാറുന്നു. വലൗ കുന്ത ഫളൻ ഗലീദൽ ഖൽബ് ലൻഫളൂ മിൻ ഹൗലിക, നീ കഠിനഹൃദയനായ പരുക്കൻ സ്വഭാവക്കാരനായ ഒരാളായിരുന്നെങ്കിൽ ആളുകളെല്ലാം നിൻ്റെ അടുക്കൽ നിന്ന് ഒഴിഞ്ഞു പോകുമായിരുന്നു. അതുകൊണ്ട് ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ, നീ അവർക്ക് മാപ്പ് നൽകണം, അവർക്ക് വേണ്ടി പൊറുക്കലിനെ അള്ളാഹുവിനോട് തേടണം. വശാവിർഹും ഫിൽ അംർ, കാര്യങ്ങൾ അവരോട് കൂടിയാലോചിക്കണം. നിൻ്റെ അനുയായികളോട്, നിൻ്റെ സഹാബിമാരോട് നീ കാര്യങ്ങൾ കൂടിയാലോചിക്കണം എന്ന് നബിയെ ഉണർത്തുകയാണ്. ഖുർആൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് ഒരുപാട് സന്ദർഭങ്ങളിൽ മുഷാവറ നടത്തിയായി നമുക്ക് കാണാം. ബദർ യുദ്ധം ഉണ്ടായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തോട് ചോദിച്ചു, നമ്മൾ ശത്രുക്കളെ നേരിടാൻ വേണ്ടി മദീനക്ക് പുറത്തു പോകണോ, അല്ലെങ്കിൽ മദീനയിൽ നിന്നാൽ മതിയോ, ശത്രുക്കൾ ഇങ്ങോട്ട് വരുമ്പോൾ എതിർത്താൽ മതിയോ എന്ന് മുഷാവറ നടത്തി. പ്രവാചകൻ്റെ അഭിപ്രായം മദീനയിൽ നിന്നാൽ മതി എന്നായിരുന്നു. എന്നാൽ സഹാബികൾ ഭൂരിപക്ഷം പറഞ്ഞത് നമ്മൾ അങ്ങോട്ട് പോയി അവരെ എതിർക്കണം, അവരെ തടയണം എന്നുള്ളതായിരുന്നു എന്നാണ്. ബദർ യുദ്ധത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തമ്പടിച്ചപ്പോൾ, ആദ്യമായി റസൂലുള്ളാഹി തമ്പടിച്ചപ്പോൾ ആ സ്ഥലം കണ്ടപ്പം യുദ്ധത്തിൽ വളരെയധികം പരിജ്ഞാനമുള്ള തന്ത്രങ്ങൾ അറിയുന്ന ഹുബാബ് ഇബ്നു മുൻദിർ ചോദിച്ചു, പ്രവാചകരെ ഈ തമ്പടിച്ചത് അള്ളാഹുവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിലാണോ അതല്ല
താങ്കളുടെ അഭിപ്രായം അനുസരിച്ചാണോ? പ്രവാചകൻ പറഞ്ഞു, വഹിയല്ല, എൻ്റെ അഭിപ്രായമാണ്. എന്നാൽ ഹുബാബ് പറഞ്ഞു, ഇവിടെ നമ്മൾ തമ്പടിക്കാൻ പറ്റിയ സ്ഥലമല്ല, വെള്ളം കിട്ടുന്ന, ശത്രുക്കൾ പുറകിൽ നിന്ന് ആക്രമിക്കാത്ത മലയടിവാരത്തിലാണ് നമ്മൾ തമ്പടിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ ആ സഹാബിയുടെ അഭിപ്രായം സ്വീകരിക്കുകയാണ്. അതുപോലെ തന്നെ ബദറിൽ ബന്ധനസ്ഥരാക്കിയ ആളുകളെ വധിച്ചു കളയണമോ അല്ലെങ്കിൽ മോചനദ്രവ്യം വാങ്ങി വിട്ടയക്കണമോ എന്ന വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയോട് മുഷാവറ നടത്തി. ഉമർ റളിയല്ലാഹു പറഞ്ഞു അവരെ വധിച്ചു കളയണം എന്ന്. എന്നാൽ ഭൂരിപക്ഷ അഭിപ്രായം മോചനദ്രവ്യം വാങ്ങി വിട്ടയക്കണമെന്നായിരുന്നു. അങ്ങനെ പ്രവാചകൻ ആ ഭൂരിപക്ഷ അഭിപ്രായം സ്വീകരിച്ചു. ഉഹദ് യുദ്ധത്തിൽ ശത്രുക്കൾ മദീനയെ ലക്ഷ്യമാക്കി വന്നപ്പം പ്രവാചകൻ സഹാബിയോട് മുഷാവറ നടത്തിയാണ് നമ്മൾ എന്ത് ചെയ്യണം. അപ്പോൾ പേർഷ്യക്കാരനായ സൽമാനുൽ ഫാരിസി പറഞ്ഞു, നമ്മൾ മദീനയിൽ നിന്നാൽ മതി, മദീനയ്ക്ക് ചുറ്റും കിടങ്ങ് കുഴിക്കുക, ഞങ്ങൾ പേർഷ്യയിലൊക്കെ ഉള്ള ഒരു യുദ്ധതന്ത്രമാണതെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ അത് സ്വീകരിക്കുന്നുണ്ട്. ഹുദൈബിയ സന്ധി പ്രവാചകൻ ഉംറ ചെയ്യാൻ വേണ്ടി പോയതാണ്. ശത്രുക്കൾ തടഞ്ഞു, അവരുമായി ഒരു സന്ധി ഉണ്ടാക്കി, ഹുദൈബിയ സന്ധി. ആ സന്ധി എഴുതി ഒപ്പിട്ട് അതിലൊരു നിർദ്ദേശം, ഈ വർഷം ഉംറ ചെയ്യാൻ തിരിച്ചു പോകണമെന്നാണ്. അപ്പോൾ സഹാബികൾ ഉംറയ്ക്ക് തയ്യാറായി വന്നവരാണ്. ഒട്ടകങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്, ബലിമൃഗങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ ബലിമൃഗങ്ങളെ അറുത്തിട്ട് തലമുടി കളയണം, എന്നിട്ട് ഉംറയിൽ നിന്ന് ഒഴിവാവണമെന്ന് പറഞ്ഞപ്പോൾ സഹാബികൾക്ക് അത് വലിയ വിഷമമായി. ആരും അത് അനുസരിക്കുന്നില്ല. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യ ഉമ്മു സൽമ റളിയല്ലാഹു അൻഹായോട് പ്രവാചകൻ ഇത് പറഞ്ഞപ്പോൾ അവരോട് മുഷാവറ നടത്തിയാണ് പ്രവാചകനോട് അവർ പറഞ്ഞൊരു മറുപടി, താങ്കൾ പോയി സ്വയം നിങ്ങളുടെ മുടി കളയിപ്പിക്കുകയും ഞങ്ങളുടെ മുടി കളയുന്ന ആളെ വിളിച്ച് മുടി കളയിപ്പിക്കുകയും താങ്കളുടെ മൃഗത്തെ അറുക്കുകയും ചെയ്യുക, എന്നാൽ ജനങ്ങളെല്ലാം താങ്കളെ പിൻപറ്റുമെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് സ്വീകരിക്കുകയാണ് ഉണ്ടായത് എന്നാണ്. ഇങ്ങനെ എല്ലാ രംഗത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികളോട് മുഷാവറ നടത്തുകയും പലപ്പോഴും അവരുടെ അഭിപ്രായം സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്നാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മാ റഅയ്തു അഹദൻ അക്സറ മശൂറത്തൻ ലി അസ്ഹാബിഹി മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. റസൂലുള്ളാഹിനേക്കാൾ ജനങ്ങളുമായി കൂടുതൽ കൂടിയാലോചന നടത്തുന്ന വേറെ ആളെയും ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. റസൂലുള്ളാഹിന്റെ കാലശേഷം സഹാബികൾ ആ മുഷാവറ നടപ്പിൽ വരുത്തുകയുണ്ടായി. നബി മരണപ്പെട്ട് അടുത്ത ഖലീഫ ആരെ തിരഞ്ഞെടുക്കണമെന്ന് ബനു സായിദയുടെ ഹോളിൽ പ്രഗത്ഭരായ സഹാബികളെല്ലാം ഒരുമിച്ചുകൂടി അവർ മുഷാവറ നടത്തിയിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു താൻ മരിക്കുന്നതിന് മുമ്പ് പ്രഗത്ഭ സഹാബിമാരുമായി മുഷാവറ നടത്തി കൂടിയാലോചന നടത്തിയിട്ടാണ് ഉമറുൽ ഖത്താബിനെ തിരഞ്ഞെടുക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ് കിടക്കുമ്പോൾ 6 അംഗങ്ങളുടെ ഒരു സമിതി ഉണ്ടാക്കിയിട്ട് അവർ മുഷാവറ നടത്തി ഒരാളെ തിരഞ്ഞെടുക്കണമെന്ന് ഉസ്മാൻ അഫ്ഫാൻ, അലി റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, തൽഹത്ത് ബിൻ ഉബൈദില്ല, സഅദ് ബിൻ അബി വഖാസ്, സുബൈർ ബിൻ അവ്വാൻ തുടങ്ങി 6 പേരെ ഒരു സമിതി ഉണ്ടാക്കി അവരിൽ ഒരാളെ തിരഞ്ഞെടുക്കണം എന്നാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇസ്ലാമിലെ ഭരണകർത്താക്കളുടെ തിരഞ്ഞെടുപ്പ് ഇന്നത്തെ ജനാധിപത്യ തിരഞ്ഞെടുപ്പുമായി വളരെ സാമ്യതയുണ്ട്. മുഷാവറ നടത്തി ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരമാണ് തിരഞ്ഞെടുക്കുന്നത് എന്നാണ്. ജനാധിപത്യ പ്രക്രിയയിലെ ഭൂരിപക്ഷ അഭിപ്രായവും ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട്. കൂടിയാലോചനയും പൊതു താൽപ്പര്യവും ജനാധിപത്യ പ്രക്രിയയിലും ഇസ്ലാമിൻ്റെ ദർശനത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങൾ പങ്കാളികളാകുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ കൂടി താൽപ്പര്യമാണ് എന്നുള്ളത് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ആരോടാണ് മുഷാവറ നടത്തേണ്ടത്? നാം കൂടിയാലോചിക്കുന്ന വിഷയത്തിൽ അറിവും പരിചയവുമുള്ള ആളുകളോടാണ് നമ്മൾ മുഷാവറ നടത്തേണ്ടത് എന്നാണ്. കൂടിയാലോചിച്ച് നമുക്ക് ലഭിക്കുന്ന അഭിപ്രായം അപ്പോഴേ സ്വീകരിക്കണമെന്നല്ല ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. മറിച്ച് അവരുടെ അഭിപ്രായം അറിഞ്ഞ് ഏറ്റവും യുക്തമായത് ഏതാണോ അതാണ് സ്വീകരിക്കേണ്ടത് എന്നാണ്. അതുപോലെ തന്നെ നമ്മോട് ആരെങ്കിലും വല്ല കാര്യത്തിലും നമ്മളോട് ഇങ്ങോട്ട് ഉപദേശം തേടിയാൽ സത്യസന്ധമായ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ ചെയ്യുന്ന ഒരു ബിസിനസ്സിൻ്റെ അതുപോലെയുള്ളൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി വേറൊരാൾ നമ്മളോട് ഉപദേശം തേടി വന്നാൽ അത് നമുക്ക് ഒരു പാരയാകുമെന്ന് കരുതിയും കൊണ്ട് മര്യാദയ്ക്ക് ഉപദേശങ്ങൾ കൊടുക്കാതെ ബിസിനസ്സൊക്കെ വളരെ മോശമാണ് എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്ന അവസ്ഥകൾ ഉണ്ടാവരുത്. സത്യം മൂടി വെച്ചുകൊണ്ട് മറുപടി കൊടുക്കരുത്. മനിസ്തശാറഹു അഖൂഹുൽ മുസ്ലിം, ഒരു മുസ്ലിമായ സഹോദരൻ നിങ്ങളോട് മുഷാവറ നടത്തി കൂടിയാലോചന നടത്തി, ഫഅശാറ അലൈഹി ബിഗൈരി റുഷ്ദിൻ വഖദ് ഖാനഹു, എന്നിട്ട് അവന് നേരായ നല്ലതായ രൂപത്തിലല്ലാത്ത രൂപത്തിൽ അവന് നിങ്ങൾ തീരുമാനം പറഞ്ഞു കൊടുത്താൽ നിങ്ങൾ അവനെ വഞ്ചിച്ചു എന്നാണ്.
അപ്പോൾ മതഭൗതിക രംഗങ്ങളിൽ മുഷാവറ നടത്താം. മതരംഗത്താവുമ്പോൾ പരിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകത്തിൻ്റെ തിരുസുന്നത്തിലെയും കാണിച്ചു തന്ന വിഷയങ്ങളിൽ മുഷാവറയില്ല. ഖുർആനിലും സുന്നത്തിലും ഇല്ലാത്ത വിഷയങ്ങളിൽ, ആധുനിക കാലത്തുണ്ടാകുന്ന വിഷയങ്ങളിൽ ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ മുഷാവറ നടത്തി ഇജ്മാ ആയ തീരുമാനം എടുത്താൽ അത് ഇസ്ലാമിൽ ഒരു പ്രമാണമായിട്ടാണ് പണ്ഡിതന്മാർ കണക്കാക്കുന്നത്. അപ്പോൾ ഇസ്ലാമിൻ്റെ ഫണ്ടമെൻ്റലായ ബേസിക്കായിട്ടുള്ള അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളിൽ ഖുർആനും സുന്നത്തും പറഞ്ഞതാണ്, അതിലൊരു മുഷാവറല്ല. അതല്ലാത്ത വിഷയങ്ങളിലാണ് മുഷാവറ. അതുപോലെ തന്നെ ഭൗതിക രംഗത്ത് മുഷാവറ പല സന്ദർഭത്തിലും നമുക്ക് ആവശ്യമായി വരും. അതുപോലെ രണ്ടാളുകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തീർക്കാൻ കൂടിയാലോചന നടത്തണം. യുദ്ധസംബന്ധമായ കാര്യങ്ങൾക്ക് പ്രവാചകൻ മുഷാവറ നടത്തിയിരുന്നു. ഭൗതികമായ കാര്യങ്ങൾക്ക് മുഷാവറ നടത്തൽ പലപ്പോഴും അനിവാര്യമായി തീരുമെന്നാണ്. കുടുംബ രംഗം മുതൽ സാമൂഹിക രംഗം വരെ എല്ലാ രംഗത്തും കൂടിയാലോചന ഉണ്ടാവണം. ഭാര്യമാരോട് മാത്രം കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ചില ഭർത്താക്കന്മാർ തൻ്റെ ഉമ്മയെയും ഉപ്പയെയും നോക്കുകുത്തിയാക്കി അവരോടൊന്നും പറയാതെ തീരുമാനങ്ങൾ എടുക്കുന്നവർ. ചില ആളുകൾ ഭാര്യമാരോടൊന്നും അന്വേഷിക്കാതെ ഉമ്മനോടും ഉപ്പയോട് മാത്രം അന്വേഷിച്ചുകൊണ്ട് കൂടിയാലോചിച്ചുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് രണ്ടും തെറ്റാണ്. എല്ലാവരെയും പങ്കെടുപ്പിച്ച്, ഭാര്യയെയും ഉമ്മയെയോ മക്കളെയൊക്കെ പങ്കെടുപ്പിച്ച് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അവരോട് എല്ലാവരോടും നമ്മൾ അഭിപ്രായം ചോദിക്കണം. മക്കളോടും സഹോദരന്മാരോടും സഹപ്രവർത്തകരോടുമൊക്കെ കൂടിയാലോചിക്കേണ്ട സന്ദർഭങ്ങളിൽ നമ്മൾ കൂടിയാലോചിക്കണം എന്നാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇസ്ലാമിൻ്റെ മുഷാവറ നടത്തണമെന്ന നിർദ്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ മതസ്ഥാപനങ്ങൾക്ക് വേണ്ടി പല കമ്മിറ്റികളും ഉണ്ടാക്കുന്നത്, പള്ളിക്കും മദ്രസത്തും ഒക്കെ. ആ മതസ്ഥാപനം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകലാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അതിൻ്റെ കമ്മിറ്റികളിൽ വേണ്ടത്ര കൂടിയാലോചനയും ചർച്ചകളും നടക്കണം എന്നാണ്. എന്നിട്ട് ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരമാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അതിന് പകരം ഒരാൾ ഒരു കാര്യം തീരുമാനിച്ച് അത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. ഞാനൊരു കാര്യം പറയും, അത് നിങ്ങൾ കേട്ടാൽ മതി, ഇങ്ങോട്ടൊന്നും പറയരുത് എന്നുള്ള ആ നിലപാട് ശരിയല്ല, അല്ലേ? അത്തരം നിലപാട് മതസംഘടനയിലായാലും മറ്റേത് സംഘടനയിലായാലും അത് ഭൂഷണമല്ല എന്നുള്ളതാണ്. അത് ആ വ്യക്തിയെ സ്വച്ഛാധിപത്യത്തിലേക്കും സ്വജനപക്ഷപാതത്തിലേക്കും അഹങ്കാരത്തിലേക്കൊക്കെ കൊണ്ടുപോകും. അത് ഇസ്ലാമിക വിരുദ്ധമാണ്. ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല. മഹാനായ 4ാം ഖലീഫ അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അൽ ഇസ്തിശാറത്തു ഐനുൽ ഹിദായ, കൂടിയാലോചിക്കലാണ് ഏറ്റവും ശരിയായ മാർഗം. വഖദ് ഖാത്തറ മനിസ്തഗ്നാ ബിറഇഹി, സ്വന്തം അഭിപ്രായം മാത്രം വിജയിക്കണമെന്നുള്ള നിലപാട് സ്വീകരിക്കുന്നവൻ അപകടത്തിലാണ് എന്നാണ്. എൻ്റെ അഭിപ്രായം സ്വീകരിക്കണം, അത് മാത്രമേ നടപ്പിലാക്കാൻ പറ്റുള്ളൂ, മാറുള്ള അഭിപ്രായം സ്വീകരിക്കാൻ പറ്റൂല എന്ന് സംഘടനയിലുള്ള ഒരു ആളുകൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് കൂടിയാലോചനയിലൂടെ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം തീരുമാനങ്ങൾ എടുക്കണം. അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനവുമായി നമ്മൾ മുന്നോട്ട് പോകണം. തീരുമാനം എടുത്താൽ വിമർശിച്ചവരുടെയും തീരുമാനമാണത്. പിന്നെ ആ വിമർശിച്ചവരും അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി പ്രവർത്തിക്കണം. അല്ലാതെ ഞാൻ പറഞ്ഞതിന് എതിരാണ് തീരുമാനിച്ചത് എന്നുള്ളതിൻ്റെ പേരിൽ അതിനെ ഉള്ളിലൂടെ പാരവെക്കുന്ന സ്വഭാവം ഉണ്ടാവാൻ പാടില്ല എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ കമ്മിറ്റികളിൽ വലിയ വലിയ തീരുമാനങ്ങളൊക്കെ നമ്മൾ എടുക്കും. പക്ഷേ അതിൽ വളരെ കുറഞ്ഞ ശതമാനം മാത്രമേ നാം നടപ്പിലാക്കാറുള്ളൂ. പക്ഷെ അത് നടപ്പിലാക്കാൻ എല്ലാവരും പരിശ്രമിക്കണം എന്നാണ്. ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. ഫൈദാ അസംത, നീ കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിൽ നീ തവക്കുലാക്കണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, അങ്ങനെ തവക്കുലാക്കുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമാകുന്നു. ആ തീരുമാനവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൽ അള്ളാഹുവിൻ്റെ ബർക്കത്തുണ്ടാവും, അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടാകും. അതുകൊണ്ട് ആ എടുത്ത ഭൂരിപക്ഷ തീരുമാനത്തോടൊപ്പമാണ് നമ്മളെല്ലാവരും നിലകൊള്ളേണ്ടത് എന്നാണ് വിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആലി ഇംറാനിലെ 159-ാമത്തെ വചനത്തിൽ അള്ളാഹ് പറയുന്നത്, അല്ലേ? ഇനി വേറൊരു തരം കൂടിയാലോചന ഉണ്ട്. അതെന്താണ്? അത് അള്ളാഹുവുമായി നടത്തേണ്ട കൂടിയാലോചനയാണ്. നാം ഒരു കാര്യം പ്രവർത്തിക്കുന്ന വിഷയത്തിൽ നമുക്ക് സംശയം ഉണ്ടായി. ഒരു ബിസിനസ് അതിപ്പോൾ തുടങ്ങണോ തുടങ്ങണ്ടേ, അല്ലെങ്കിൽ എങ്ങനെയാണ് തുടങ്ങേണ്ടത്? ഒരു വിവാഹം അത് നടത്തണോ നടത്തണ്ടേ, അല്ലെങ്കിൽ മകൻ്റെ ഒരു കോഴ്സ് ഏത് കോഴ്സിനാണ് ചേരേണ്ടത്, ഇങ്ങനത്തെ പല വിഷയങ്ങളിലും നമ്മൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറഞ്ഞത്, നിങ്ങൾ 2 റക്അത്ത് സലാത്തുൽ ഇസ്തിഖാറ നടത്തണം, ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള നിസ്കാരം.
എന്നിട്ട് അതിന് ശേഷം ഇങ്ങനെ പ്രാർത്ഥിക്കണം. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി ഇസ്തിഖാറത്തിൻ്റെ പ്രാർത്ഥന ഖുർആനിലെ ഒരു സൂറത്ത് പഠിപ്പിക്കുന്ന മാതിരി പറഞ്ഞു തന്നു. എന്നിട്ട് ആ പ്രാർത്ഥന അദ്ദേഹം പറയാണ്, ഇങ്ങനെ റസൂലുള്ളാഹി പഠിപ്പിച്ചത് എങ്ങനെ: അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക വഅസ്അലുക മിൻ ഫളിലിക്കൽ അലീം. അല്ലാഹുവേ, നിൻ്റെ വിജ്ഞാനം കൊണ്ടും നിൻ്റെ ശക്തി കൊണ്ടും നിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടും നിന്നോട് ഞങ്ങൾ ചോദിക്കുകയാണ്. ഫഇന്നക തഖ്ദിറു വലാ അഖ്ദിറു വതഅലമു വലാ അഅലമു വഅൻത അല്ലാമുൽ ഗുയൂബ്. നീ എല്ലാറ്റിനും കഴിവുള്ളവനാണല്ലോ, എനിക്കാണെങ്കിൽ ഒന്നിനും കഴിവില്ല. നീ എല്ലാം അറിയുന്നവനാണ്, ഞാൻ അറിവില്ലാത്തവനാണ്. അതുകൊണ്ട് അല്ലാഹുമ്മ ഇൻ കുന്ത തഅലമു അന്ന ഹാദൽ അംറ ഖൈറുൻ ലി ഫീ ദീനി വ മആശി വ ആഖിബത്തു അംരി. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം, അവിടെ ആ കാര്യം നമുക്ക് പറയാം. ആ കാര്യം എനിക്ക് എൻ്റെ ദുനിയാവിലും എൻ്റെ മതത്തിലും എൻ്റെ ജീവിതത്തിലും എൻ്റെ പര്യവസാനത്തിലുമൊക്കെ ഖൈറാണ് എങ്കിൽ ഫഖ്ദിറുഹുലി, എനിക്കതിന് വിധിച്ചു തരണം, എനിക്ക് അത് നല്ലതായി കാണിച്ചു തരണം. ഇനി വൈൻ കുന്ത തഅലമു അന്ന ഹാദൽ അംറ ശർറുൻ ലി ഫീ ദീനി വ മആശി വ ആഖിബത്തു അംരി. ഇനി ഈ കാര്യം എൻ്റെ മതത്തിലും എൻ്റെ ജീവിതത്തിലും എൻ്റെ നാളെ പരലോകത്തുള്ള പര്യവസാനത്തിലുമൊക്കെ ഇത് ഷർറാണ് എങ്കിൽ ഫസ്റുഫു അന്നി വസ്രിഫിനി അൻഹു, എന്നിൽ നിന്ന് തട്ടിത്തിരിച്ച് കളയണമേ റബ്ബേ എന്ന്. വഖ്ദുർലി അൽ ഖൈറ ഹൈസുകാന, എവിടെയാണെങ്കിലും ഖൈർ എനിക്ക് നൽകണമേ. സുമ്മ റള്ളിനി ബിഹി, എനിക്ക് സംതൃപ്തി നൽകണമേ എന്നാണ്. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ ഈ നമസ്കരിച്ചുകൊണ്ട്, ഇങ്ങനെ ഇസ്തിഖാറത്തിൻ്റെ 2 റക്അത്ത് നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ അതിന് ശേഷം നമ്മുടെ മനസ്സിൽ ആ വിഷയത്തിൽ എന്താണ് നല്ലത് എന്ന് അള്ളാഹു നമുക്ക് തോന്നിപ്പിച്ചു തരും. ആ തോന്നുന്നത് അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. അതിൽ അള്ളാഹു ഖൈർ തരുന്ന മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട് ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ, മാ നദിമ മനിസ്തഖാറൽ ഖാലിഖ്, സൃഷ്ടാവിനോട് ഇസ്തിഖാറത്ത് നടത്തിയവൻ ഒരിക്കലും ഖേദിക്കേണ്ടി വരികയില്ല. വശാവറൽ മഖ്ലൂഖീൻ, അതുപോലെ തന്നെ സൃഷ്ടികളോട് അവരുടെ വിഷയങ്ങളിൽ കൂടിയാലോചന മുഷാവറ നടത്തുന്ന ആളുകളും ഒരിക്കലും ഖേദിക്കേണ്ടി വരില്ല. വസബത ബി അംരിഹി, അങ്ങനെ കൂടിയാലോചിച്ച് അവന് ലഭിക്കുന്ന കാര്യങ്ങളിൽ അവൻ സ്ഥിരമായി നിലകൊള്ളുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ഖേദമുണ്ടാവുകയില്ല, അവർക്ക് ജീവിതത്തിൽ നന്മയേ ഉണ്ടാവുകയുള്ളൂ എന്നാണ്. അപ്പോൾ ഈ രൂപത്തിൽ അള്ളാഹുവോട് ഇസ്തിഖാറത്ത് നടത്തുകയും സൃഷ്ടികളോട് മുഷാവറ നടത്തി അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ അവന് വലിയ പ്രതിഫലമാണ് ലഭിക്കുവാൻ പോകുന്നത്. നാം മറ്റുള്ളവരുമായി മുഷാവറ നടത്തുമ്പോൾ കുടുംബത്തിലുള്ള അംഗങ്ങളോട്, സമൂഹത്തിലുള്ള അംഗങ്ങളോടൊക്കെ നമ്മൾ മുഷാവറ നടത്തുമ്പോൾ അവിടെ ഒരു ഐക്യമുണ്ടാകുന്നുണ്ട്. കുടുംബത്തിലെ ഭാര്യനോടും ഉമ്മനോടും ഉപ്പനോടും ഒക്കെ നമ്മൾ മുഷാവറ നടത്തുമ്പോൾ അവിടെ ഒരു ഐക്യം ഉണ്ടാവും. ഒരു വിഷയത്തിൽ നമുക്ക് യഥാർത്ഥ അഭിപ്രായത്തിൽ എത്തിച്ചേരാൻ കഴിയും മുഷാവറയിലൂടെ. നാം ഒരാളോട് മുഷാവറ നടത്തുമ്പോൾ അത് അവനുള്ള ഒരു പരിഗണനയാണ്, അവനവൻ പരിഗണിക്കുക. അതിലൂടെ സമത്വബോധവും വിനയവുമൊക്കെ സമൂഹത്തിലുണ്ടാകും. നമ്മുടെ അഹങ്കാരവും അഹംഭാവവും സ്വജനപക്ഷപാതവും ഒക്കെ മുഷാവറയുടെ ഇല്ലാതായിത്തീരും എന്നാണ്. ഇങ്ങനെ കൂടിയാലോചന നമ്മൾ സാർവത്രികമാക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മളറിയാതെ ശാന്തിയും സമാധാനവും വരും. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഇദാ കാനത്ത് ഉമറാഉക്കും ഖിയാറുക്കും വകാന അഗ്നിയാഉക്കും സംഹാഉക്കും വകാനത്ത് ഉമൂറുക്കും ശൂറാ ബൈനക്കും ഫളഹുറുൽ അർളി ഖൈറുൽ ലക്കും മിൻ ബത്നിഹാ. നിങ്ങളുടെ നേതാക്കന്മാർ, നിങ്ങളെ ഭരിക്കുന്ന ഭരണകർത്താക്കൾ ഖിയാറുക്കും, നിങ്ങളുടെ ഏറ്റവും ഉത്തമന്മാരായ നല്ല ഭരണകർത്താക്കളാവുകയും വകാന അഗ്നിയാഉക്കും സംഹാഉക്കും, നിങ്ങളുടെ ധനികന്മാർ ഔദാര്യശീലമുള്ള പാവങ്ങളെ സഹായിക്കുന്നവരായി തീരുകയും വകാനത്ത് ഉമൂറുക്കും ഷൂറാ ബൈനക്കും, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ പരസ്പരം കൂടിയാലോചിച്ച് തീരുമാനിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫളഹുറുൽ അർളി, ഭൂമിയുടെ ഉപരിഭാഗം ഖൈറുൽ ലക്കും മിൻ ബത്നിഹാ, ഭൂമിയുടെ ഉൾഭാഗത്തേക്കാൾ നിങ്ങൾക്ക് ഉത്തമമായി തീരും. അതായത് നിങ്ങൾക്ക് ഈ മരണത്തേക്കാൾ ഭൗതിക ലോകത്തിലെ ജീവിതം നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായി തീരും എന്നാണ്. അപ്പോൾ ഈ രൂപത്തിൽ ഇസ്ലാമിൻ്റെ കൂടിയാലോചന എന്നുള്ള പ്രകൃതിപരമായ യുക്തിപൂർവമായ നിർദ്ദേശത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ പരിശ്രമിക്കുക. നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലുമൊക്കെ ഇതിലൂടെ ശാന്തിയും സമാധാനവും കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കുക. റബ്ബ് തആല അത്തരം സത്യവിശ്വാസികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ
തെറ്റുകളും കുറ്റങ്ങളും റബ്ബ് തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് റബ്ബ് ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.